ബാങ്കുകളിൽ പുതിയ നോമിനേഷൻ വ്യവസ്ഥ നവംബർ 1 മുതൽ പ്രാബല്യത്തിൽ. ഒരു അക്കൗണ്ട് ഉടമയ്ക്ക് 4 വരെ നോമിനികളെ വയ്ക്കാം. ഓരോ നോമിനിക്കും അവകാശപ്പെട്ട വിഹിതം രേഖപ്പെടുത്താം. ഡിപ്പോസിറ്റുകൾക്കും ഒന്നിലധികം നോമിനികളെ കാലദൈർഘ്യമിട്ട് നൽകാം. സേഫ് ലോക്കറുകൾക്കും നോമിനികളെ അവകാശത്തിന് അർഹത ലഭിക്കുന്ന തീയതിയോടെ പിന്തുടർച്ചയായി വയ്ക്കാം. അമേരിക്കൻ വ്യാപാര ചുങ്കം 50-ൽ നിന്ന് 15-ലേക്ക് ചുരുങ്ങാൻ വഴിതെളിയുന്നുവെന്ന് വന്നതോടെ പറന്ന് IT വസ്ത്രനിർമ്മാണ കമ്പനി ഓഹരികൾ. കിറ്റെക്സ് കുതിച്ചത് 16%. ബിർല സോഫ്റ്റ് കയറിയത് 9%. അതേസമയം റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിക്കെതിരെ ട്രംപ് വീണ്ടും മുഖം കറുപ്പിച്ചതിനാൽ റിലയൻസ് അടക്കം ഈ രംഗത്തുള്ള കമ്പനികൾ ചുവപ്പിൽ. റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഇന്ത്യ കുറച്ചേക്കും. സ്വർണ്ണവില കുറയുന്നതിനാൽ പണയ വായ്പ കാര്യത്തിൽ ബാങ്കുകൾ ജാഗ്രതയിൽ. മതിപ്പ് വിലയുടെ 85% വായ്പ നൽകാമെന്ന് റിസർവ് ബാങ്ക് പറയുന്നുണ്ടെങ്കിലും മൂല്യനിർണ്ണയവും വായ്പ കൊടുക്കലും കർക്കശം. സ്വർണ്ണവില ഇടിവ് മൂലം സ്വർണ്ണ വായ്പാ ദാതാക്കളായ മുത്തൂറ്റ് ഫിനാൻസിന്റെ ഓഹരികൾക്ക് ഇന്ന് 4%-നടുത്ത് ഇടിവ്. നവംബറോളം എത്തിയിട്ടും ഉൽപാദനം കുറഞ്ഞിട്ടും കട്ട പിടിച്ച് റബ്ബർ വില. ഡിമാൻഡ് ഉയരുന്നില്ല. പരമാവധി 184 രൂപയ്ക്കാണ് വ്യാപാരികൾ വാങ്ങുന്നത്. അന്താരാഷ്ട്ര വില താഴ്ന്നു നിൽക്കുന്നതിനാൽ തന്ത്രപരമായി ഇറക്കുമതി കൂട്ടി ടയർ കമ്പനികൾ. മികച്ച അന്താരാഷ്ട്ര വിമാനത്താവളമായി തുടർച്ചയായി 2ാം തവണയും സിംഗപ്പൂർ ചാങ്കി എയർപോർട്ട് ഫോബ്സ് ട്രാവൽ ഗൈഡിൽ ഇടം പിടിച്ചു. മുഴുസമയ സിനിമ, ലോകത്തെ ഏറ്റവും വലിയ ഇൻഡോർ വാട്ടർഫോൾ, പൂമ്പാറ്റകളുടെ ഉദ്യാനം എന്നിവയെല്ലാം ആകർഷകമാക്കുന്ന ഇടം കൂടിയാണ് ഈ വിമാനത്താവളം. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.